ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ ദൈവം ബൈബിൾ ഭാഗം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. കർത്താവ് ഈ തിരുവചനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ഓ സ്തോത്രം. ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരുവാനും സഹായിക്കണമേ. കൃപയാൽ തന്നെ കർത്താവെ രോഗങ്ങൾ ക്ലേശങ്ങൾ വിടുതൽ കൊടുക്കണം. ഒപ്പം കർത്താവിന്റെ വരവെങ്കിൽ കർത്താവ് ചേർക്കപ്പെടേണ്ട ക്രമങ്ങളായി തീരാൻ രോഗികൾക്ക് വിടുതൽ കൊടുക്കണമേ. അടിയനാവിന്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണം. സകലം കർത്താവിന്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം കേൾക്കണം. സകലവും മാനവും മഹത്വവും കർത്താവിന് തന്നെ അരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ശവം ഉള്ളിടത്ത് കഴുക്കൽ കൂടും, കഴുകന്മാർ കൂടും. ഇത് ഒരു കണക്കിൽ കർത്താവായ ക്രിസ്തു ഇന്ത്യയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ക്രമമാണ്. സാധാരണ ഈ കഴുകന്മാർ ദൈവത്തിന് സ്തോത്രം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ അവിടെയൊക്കെ മരിച്ചു അവരുടെ ചടങ്ങുകൾ കഴിഞ്ഞാൽ കഴുകന് കൊടുക്കുന്ന ഒരു ക്രമമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നടക്കുന്നത് കഴുക്കൽ ശവം ഉള്ളിടത്ത് കഴുകന്മാർ കൂടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ജീവനുള്ള ഒരു വ്യക്തിയെ ഈ കഴുകന്മാർ തൊടുകയില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴിത് നമ്മൾ ഇന്ത്യയെ പ്രത്യേകിച്ച് കർത്താവ് സ്നേഹിക്കുന്നു. പ്രത്യേക കേരളത്തിൽ തന്നെ തോമസ് വന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ദൈവത്തിന് സ്തോത്രം. പ്രത്യേക ഇന്ത്യ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ ദൈവത്തിന് ഈ ഒരു ഉപമ എടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതായത് ശവം ഉള്ളിടത്ത് കഴുകന്മാർ കൂടും. ഇത് ഭക്ഷിക്കുവാൻ കൂടും. ദൈവത്തിന് സ്തോത്രം. ഈ ബോഡിയെ ഭക്ഷിക്കാൻ കൂടും. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു കാര്യത്തിൽ ക്രമത്തിൽ നോക്കിയാൽ നമ്മൾ ദൈവസന്നിധി ഈ ലോകത്തിലുള്ള ലോകം പാപം പിശാച് മരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ കർത്താവിൻ്റെ പൈതലായി തീർന്നിട്ടില്ല എങ്കിൽ കർത്താവ് നമ്മളെ എടുക്കത്തില്ല. പൊങ്ങുകയും ഇല്ല. അവരുടെ വരവുകൾ പൊങ്ങുന്ന ക്രമവും ഉണ്ടാകില്ല. അത് നമുക്ക് നോക്കാമല്ല. ഇതിൻ്റെ തന്നെ 24-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇത് അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പോട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ആമേൻ. മനുഷ്യപുത്രന്റെ വരവാകും. ദൈവം കർത്താവ് മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പോകല്ലേ, അറകളിൽ എന്ന് പറഞ്ഞാൽ പോകല്ലേ. അവൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് മിന്നൽ പോലെ നമ്മുടെ മേൽ വരുമ്പോൾ, ഞാൻ മരിച്ചവനാണോ ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി കർത്താവിന്റെ രാജ്യത്തിൽ പ്രേരപ്പെട്ട ഒരു പൈതലാണോ എങ്കിൽ, കർത്താവിന്റെ രാജ്യത്തിൽ അംഗമായി തീർന്ന ഒരു അംഗമാണോ എങ്കിൽ, ഞാൻ ഈ ലോകത്തുള്ള ലോകം പാപം പിശാച് മരിച്ച ഒരു വ്യക്തി ആണോ എങ്കിൽ എന്നിൽ ഈ ആത്മാവ് ക്രിയ ചെയ്യും. അപ്പൊ ഇതിലൊക്കെ ഒന്നും മാറ്റമില്ലാത്ത കാര്യമാണ്. ശവം ഉള്ളിടത്ത് എന്തുകൂടും? കഴുകന്മാർ കൂടും. പ്രത്യേക ഇന്ത്യ മഹാരാജ്യത്തെ എത്രമാത്രം കർത്താവ് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഒന്ന് നോക്കേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മളുടെ ഈ വടക്കേന്ത്യയിലെ ആചാര മര്യാദകൾ പോലും ദൈവം അത് മാനിച്ച, ഹല്ലേലൂയ സ്തോത്രം, പറയുന്ന കർത്താവ് മാനിച്ച അത് പറയുന്നത്. ശവം ഉള്ളിടത്ത് ആര് കൂടും? കഴുകന്മാർ കൂടും. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എന്നിൽ വന്ന് പൊക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ള ലോകം പാപം പിശാച് എന്നിൽ മരിച്ചിരിക്കണം. ഇനി അതിനെ നമുക്ക് ഒന്നുകൂടെ കൃത്യമാകണമെങ്കിൽ ഈ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു, എത്രമാത്രം അസ്വസ്ഥനാകുന്നു.
എനിക്കൊരു സ്നാനമുണ്ട്. സ്നാനം എന്ന് പറഞ്ഞത് ഒരു ദൈവത്തിൽ കുളിച്ച് കയറുന്ന, അതായത് രക്തത്തിലുള്ള സ്നാനം. രക്തത്താൽ തൻ്റെ ദേഹം ശരീരം എല്ലാം തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയുന്ന ഒരു സ്നാനം, എനിക്ക് വേണ്ടി കേൾക്കുന്നവർക്ക് വേണ്ടി ചൊരിയുന്ന ഒരു സ്നാനം. കർത്താവിന്റെ ക്രൂശീകരണ ആ ക്രമമാ അവിടെ അത് ഒരു സ്നാനമാണ്. അപ്പോൾ ആ ദേഹം തൻ്റെ തലയിൽ ആ രക്തം വീണു, ആ തൻ്റെ കൈകാലുകളിൽ ദേഹത്തിൽ എല്ലായിടും ആ രക്തം, കർത്താവിന്റെ രക്തം ചൊരിഞ്ഞു. നമ്മൾ വിശ്വാസത്താൽ ഈ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ചൊരിഞ്ഞ രക്തം കർത്താവിൻ്റെ അടുത്ത് വിശ്വാസത്താൽ വരുമ്പോൾ, എല്ലാവരും കർത്താവിനെ വിശ്വാസത്താൽ ഉൾക്കൊള്ളുമ്പോൾ അവൻ ഏറ്റ കഷ്ടങ്ങളെല്ലാം എനിക്ക് വേണ്ടിയാ അവൻ ഏറ്റത്. അവൻ എനിക്ക് വേണ്ടിയാ. പ്രിയപ്പെട്ടവരെ, ഈ രക്തം സ്നാനം അവന്റെ തീരത്തെ സ്നാനപ്പെട്ടത്. അപ്പൊ ഈ കർത്താവിന്റെ രക്ഷ സ്വീകരിക്കുമ്പോൾ കർത്താവിന് ക്രൂശിന്റെ മറവിൽ ഞാൻ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ ഏറ്റ രക്തമാക്കുന്ന സ്നാനം ഞാൻ എൻ്റെ എന്റെ എല്ലാ ഭാഗങ്ങളിലും വിശ്വസിക്കുന്നത് വഴി ആ രക്തം വന്നു കഴിഞ്ഞു. ആ രക്തം വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ രക്തം, ആ സ്നാനമാക്കുന്ന രക്തം എൻ്റെ ഓരോ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിൽ മേലും ആ രക്തം വന്നു കഴിയുമ്പോൾ, പിന്നെ അത് വിശ്വാസത്താൽ അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ പിന്നെ ഈ ലോകം പാപം പിശാച് എന്നിലില്ല. ആ ക്രമത്തിൽ മരിക്കുന്ന ഒരു ക്രമം. ഇനി നോക്കിയേ, കർത്താവിന്റെ കൈകാലുകള് ആണിപ്പഴുതുകളാൽ തറയ്ക്കപ്പെട്ടു. അപ്പോഴും രക്തം ചൊരിഞ്ഞു. അവന്റെ തലയിൽ മുൾമുടി ചൂടി. അപ്പോഴും രക്തം അവന്റെ തലയിൽ ചൂടി. രക്തത്തിൽ അവൻ സ്നാനത്തിന്റെ പൂർത്തീകരണമായി. എന്റെ കണ്ണുകൊണ്ട്, എന്റെ നോക്കുകൊണ്ട്, ബ്രെയിൻ കൊണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവന്റെ തലയിൽ മുൾമുടി ചൂടി അവന്റെ തല തകർക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ, അവന്റെ കൈകാലുകൾ തകർക്കപ്പെട്ടു. അവന്റെ കൈകാലുകളെല്ലാം ആണിപ്പഴുതുകളാൽ തകർക്കപ്പെട്ടു. അവന്റെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി ഒരു ഒരു മരിക്കുന്ന ക്രമമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഈ കർത്താവിനെ വിശ്വസിക്കുന്നത് വഴി അവൻ ഏറ്റ അവൻ എനിക്ക് കർത്താവ് പറയുന്നു, ഒരു സ്നാനമുണ്ട്, അത് കഴിയുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. അപ്പം ഇന്ന് ഇവിടെ കേൾക്കുന്നവർ അസ്വസ്ഥമാനമായിരിക്കുന്നുവെങ്കിൽ ഈ കർത്താവിനെ ഒന്ന് രക്ഷിതാവായി സ്വീകരിച്ചു. അവൻ ഏറ്റ കഷ്ടങ്ങൾ എനിക്ക് വേണ്ടി ഏറ്റത് എന്ന് വിശ്വസിച്ചു കൊണ്ട് ആ രക്തത്തിൽ സ്തോത്രം പറയുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ രക്തം ജയം എന്ന് പറയുന്നു എങ്കിൽ, ഒരു 10-15 മിനിറ്റ് പറയുന്നു എങ്കിൽ, ക്രൂശിലെ രക്തത്തിൽ നാം അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ വിട്ടുമാറും. ഇനി തന്നെ പിടിച്ചിരിക്കുന്ന മാനസിക അസ്വസ്ഥതകള് ഈ ക്രൂശിന്റെ രക്തം ജയം എന്ന് പറഞ്ഞു ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. രക്തം ജയം എന്നും പറഞ്ഞു എത്രമാത്രം എൻ്റെ ആത്മാവിന്റെ മേൽ ശരീരത്തിൽ ആ രക്തം ഒഴുകുന്ന ക്രമത്തിൽ അനുസരിച്ച് അവൻ സ്നാനപ്പെട്ടത്, അവന്റെ രക്തത്തിൽ സ്നാനം എടുത്തത്, എൻ്റെ എല്ലാ ശരീരഭാഗങ്ങളിൽ അവന്റെ രക്തം ഒഴുകി. അത് വിശ്വാസത്തെ പ്രാപിക്കുക. അപ്പൊ വിശ്വാസത്തിൽ പ്രാപിച്ച് കഴിയുമ്പോൾ ഇനി മനോരോഗികളുടെ മനോരോഗങ്ങൾ മാറും. അതിന് സംശയമൊന്നും വേണ്ട. അവൻ രക്തത്താൽ സ്നാനപ്പെട്ടത് നമുക്ക് വേണ്ടിയാണു എന്ന് വിശ്വസിച്ചു കൊണ്ട്, പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം പറഞ്ഞ് രക്തത്താൽ ജയമെന്ന് പറഞ്ഞു സ്തുതികളിൽ വസിക്കുന്നവന് കർത്താവിന് സ്തോത്രം പറയുമ്പോൾ ഈ മനോരോഗത്തിന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാകില്ല. അവിടെ നിന്ന് പോയി തുലവും ചെറിയൊരു വിടുതലുണ്ടാകും. പക്ഷെ ക്രൂശിൽ ചൊരിഞ്ഞ കർത്താവ്, ഈ സ്നാനം എനിക്ക് വേണ്ടി കർത്താവ് രക്തത സ്നാനം ഏറ്റത് എന്ന് വിശ്വസിച്ചു കൊണ്ട്, പ്രിയപ്പെട്ടവരെ,
ഹല്ലേലൂയ സ്തോത്രം. ഈ രക്തം ജയം, ഈ പുണ്യാഹ രക്തം ഹല്ലേലൂയ എനിക്ക് വേണ്ടിയാണ് ചൊരിഞ്ഞത്. ഇപ്പോൾ കേൾക്കുന്ന ആ മാനസിക ബുദ്ധിമുട്ടുകളുള്ളവര്, അസ്വസ്ഥതകളുള്ളവര്, മനോരോഗങ്ങളുള്ളവര് എല്ലാം എനിക്ക് മനോരോഗത്തിന് കാരണമാക്കുന്ന എൻ്റെ ബ്രെയിൻ കർത്താവ് അവൻ്റെ തല മുൾമുടി ചൂടപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. മുൾമുടി ചൂടപ്പെട്ടു. അവൻ്റെ അത് വഴി അവൻ സ്നാനം ഏറ്റത് വഴി ഹല്ലേലൂയ നമ്മളിൽ ഇനി ഈ മനോരോഗമാക്കുന്ന രോഗങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ഈ നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഭ്രാന്തന്മാർ എത്രമാത്രം നടക്കുന്നു. അതെല്ലാം വിടുതലുണ്ടാക്കുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടിയാണ് കർത്താവ് രക്തത്താൽ സ്നാനം ഏറ്റത്, സ്നാനപ്പെട്ടത് എന്ന് വിശ്വസിച്ചു സ്തോത്രം പറയുന്നു. എങ്കിൽ സ്തുതികളിന്മേൽ വസിക്കുന്ന നമ്മളിൽ വന്ന് ഹല്ലേലൂയ എനിക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ സ്നാനപ്പെട്ടത്, രക്തത്തിൽ സ്നാനപ്പെട്ടത് എനിക്ക് വേണ്ടി അവന്റെ ദേഹത്തിന്റെ ശരീരത്തിൽ ഒരിടത്തും അവന്റെ രക്തത്താൽ അവൻ സ്നാനപ്പെടാതിരുന്നില്ല. എല്ലാ ഭാഗത്തും അവന്റെ രക്തം ചൊരിഞ്ഞു അവൻ രക്തത്തിൽ സ്നാനപ്പെട്ടു. അപ്പൊ വിശ്വാസ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ എനിക്ക് എവിടെയൊക്കെ രോഗങ്ങളുണ്ടോ അത് ഹല്ലേലൂയ കർത്താവിനെ ഞാൻ വിശ്വസിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആ രക്തം എന്നിൽ ഒഴുകും. നമുക്ക് വളരെ വാഞ്ചിയോടും താല്പര്യം ഇന്ന് ഡോക്ടറെ അടുത്ത് പോകുന്നതിനേക്കാൾ പോകണ്ട എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അതിനേക്കാൾ ഡോക്ടറെ സൃഷ്ടിച്ചവനായി കർത്താവ്. ഈ കർത്താവിൻ്റെ അടുത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി ആ കർത്താവ് അവന്റെ രക്തത്താൽ സ്നാനപ്പെട്ടത്, ഈ സ്നാനപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് അവൻ മാറ്റി തന്നു എന്ന് വിശ്വസിക്കണം. മനോരോഗങ്ങൾ ഉണ്ടെങ്കിൽ, ഭ്രാന്ത് ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സ്നാനപ്പെട്ടത് വഴി എനിക്ക് ഹല്ലേലൂയ സ്തോത്രം മനോരോഗങ്ങളിൽ നിന്ന് വിടുതലായി തീർന്നു. ഇനി ഇവിടെ വേറെ ഈ മെസ്സേജ് സ്വീകരിക്കുന്നവർക്ക് പിന്നെ മരുന്ന് കഴിക്കുന്നവർ കഴിക്കാം, എങ്കിലും കർത്താവ് വിടുതൽ തന്നാൽ അത് പൂർണ്ണമായ വിടുതല. ഇത് സ്തോത്രത്തിൽ വ്യാപരിച്ചുകൊണ്ട് ഈ മെസ്സേജ് 2-3 പ്രാവശ്യം കണ്ടും കൊണ്ട് ഇരുന്ന് പ്രിയപ്പെട്ടവരെ സ്തോത്രം ജയം, യേശുവിന്റെ രക്തം ജയം, രക്തം ജയം, രക്തം ജയം എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് വേണ്ടി രക്തത്തിൽ സ്നാനമേറ്റത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വാസത്താൽ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ രക്തം എന്റെ തലയിന്മേൽ ഒഴുകും, എന്റെ ദേഹത്തിന്മേൽ ഒഴുകും, എന്റെ കൈകാലുകളിൽ എന്റെ ബുദ്ധിമുട്ടുകൾ ഒഴുകും. അവിടെ പിന്നെ മനോരോഗത്തിന് നിൽക്കുവാൻ കഴിയില്ല. മനോരോഗം ഇടുന്നത് ആരാ? പിശാച്. ഞാൻ എങ്ങനെയാ കർത്താവ് എങ്ങനെയാ രക്തത്തിൽ സ്നാനമെടുത്തത്? എല്ലാ ഭാഗവും അവന്റെ രക്തത്തിൽ സ്നാനപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു രോഗബന്ധനങ്ങൾക്ക് ഈ ശരീരത്തിൽ നിലകൊള്ളുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ രക്തസ്നാനപ്പെട്ട് കഴിഞ്ഞെന്ന് വിശ്വസിക്കുമ്പോൾ ഞാനും ഈ കർത്താവ് നല്ലൊരു കൂട്ടുകാരനായി ഇമ്മാനുവേലിനോട് കൂടെ ചേരപ്പെട്ട് കഴിയുമ്പോൾ ഇമ്മാനുവേലിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കപ്പെടുമ്പോൾ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞതാണെന്ന് വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യം ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ആ രക്തം ജയം 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 എന്ന് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ കഠിനതകൾ അനുസരിച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ക്രൂശിലെ രക്തം എനിക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ക്രൂശിലെ സ്നാനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷിയായി നിൽക്കുമ്പോൾ, ആവശ്യമില്ലാതെ സാക്ഷിയായി നിൽക്കുമ്പോൾ, സാക്ഷിയായി നിൽക്കുമ്പോൾ ഈ മനോരോഗത്തിന് കാരണമാകുന്ന ആ സ്ഥലങ്ങളിൽ രക്തം ഒഴുകിയത് കാരണം ഈ പിശാചിട്ട മനോരോഗ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഇതിന് സംശയമൊന്നും വേണ്ട. രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, രക്തം ജയം എന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് പറയുമ്പോൾ ഈ ബന്ധനത്തിന് അവിടെ നിലകൊള്ളുവാൻ കഴിയുകയില്ല. മനോരോഗ ബന്ധനം ഇടുന്നത് പിശാച. ഈ പിശാചിനെ തീർക്കാനാ, പിശാചിന്റെ പ്രവൃത്തികളെ തീർക്കുവാനാ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അവൻ രക്തത്തിൽ സ്നാനം ഏറ്റത് വഴി
ഇനി ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ സ്വീകരിക്കുന്നത് വഴി വിശ്വാസം സ്വീകരിക്കുന്ന അവൻ ഏറ്റ കഷ്ടപ്പാടുകൾ എനിക്ക് വേണ്ടി ആകയാൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അത് എൻ്റെ ശരീരത്തിൽ അതിൽ വിടുതലായി തീരും. ഇനി ഒന്നുകൂടെ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്ത്യയെ കൂടുതൽ സ്നേഹിക്കുന്ന കർത്താവ്, രക്ഷിതാവായ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വരവ് എങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് കഴുക്കൽ ഹല്ലേലൂയ ശവം ഉള്ളിടത്ത് കഴുകന്മാർ കൂടും. അവന്റെ വരവുകൾ എടുക്കപ്പെടണമെങ്കിൽ രക്തത്താലുള്ള ശുദ്ധീകരണത്താൽ വിടുതൽ പ്രാപിച്ചു വ്യാപാര പോരുകൾ പോരാട്ടങ്ങളെല്ലാം സ്നാനം കർത്താവേറ്റ രക്ത സ്നാനം വഴി ആ രക്തത്താൽ ഒഴുകി വ്യാപാര പോരുകളെല്ലാം വീണ് പോകുമ്പോൾ ഞാനും കർത്താവും ഒന്നായി തീർന്നു. ഇത് ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ സ്നാനപ്പെട്ടത് രക്തത്താൽ. അവന്റെ അടുത്ത് വിശ്വാസം നിൽക്കുമ്പോൾ ആ സ്നാനം വഴി രക്തത്തെ സ്നാനം എന്നിൽ നടക്കും. അവന്റെ രക്തം എന്നിൽ ഒഴുകും. അപ്പോഴും മനോരോഗത്തിന് ഏത് രോഗങ്ങളാകട്ടെ അതിൽ നിന്നും വിടുതലായി ആ രക്തം അവന്റെ നാമം തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വൃഥാ ഹല്ലേലൂയ സ്തോത്രം വൃഥാ നിങ്ങൾ വിചാരിക്കരുത്. ഇത് സത്യം 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 സത്യം. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ ഒരു ക്രമത്തിൽ ആ രക്ത ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ കർത്താവിന്റെ പൈതലായി തീർന്നു കഴിഞ്ഞ് എന്നിൽ ലോകം പാപം പിശാചി ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു ക്രമം ആകുമ്പോൾ കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വരം എടുക്കപ്പെട്ട യോഗ്യത ഈ ലോകത്തുള്ള ലോകം പാപം പിശാചി എന്നിൽ മരിച്ചു കഴിഞ്ഞു. അവന് ഹല്ലേലൂയ സ്തോത്രം കൊണ്ടുപോകാനാ കർത്താവ് വരുന്നത്. ഇപ്പോൾ അതാ പ്രിയപ്പെട്ടവർ, ഇപ്പോഴുള്ള ഈ ഹല്ലേലൂയ ഇപ്പോഴുള്ള യുദ്ധശ്രുതികളും എല്ലാ കാര്യാദികളും അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വിളിച്ചു പോകുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് വ്യാപരിക്കുന്ന ആ രോഗബന്ധനങ്ങൾ ഏത് തന്നെ ആകട്ടെ, അത് കർത്താവിൻ്റെ വരവുകൾ കൊടുത്ത് താഴ്ത്തി വിശ്വാസത്താൽ വ്യാപരിച്ച ശക്തി വ്യാപരിച്ച് കഴിയുമ്പോൾ കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറിപ്പോകും. നമ്മൾ കർത്താവിൻ്റെ എടുക്കപ്പെടും. ഈ തിരുവചനത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലല്ലോ കർത്താവെ, ഇത് കേട്ടവർക്കെല്ലാം ആശ്വാസകരമായി തീരുവാൻ സഹായിക്കണം. രോഗങ്ങളിൽ നിന്ന് വിടുതലായി തീരുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാൻ വൻ കൃപ കൊണ്ട് പുതിയമാറാകണമേ. ക്രൂശിന്റെ മറവിൽ ജനത്തെ താഴ്ത്തുന്ന കർത്താവെ, ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിന് നൽകുക കർത്തുപയും യഹോവയും കേൾക്കുന്നവരിൽ വന്ന് ഭവിച്ച് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ബലയം ചെയ്യട്ടെ. സർവ്വം കർത്താവിനൊക്കെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയുടെ യാചന സകലവും മാനവും മഹത്വം കർത്താവ്